മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കൾ, എല്ലാവർക്കും ഈ ക്രിസ്മസിന്റെ ആശംസകൾ ഒത്തിരി സന്തോഷത്തോടെ നേരുകയാണ്. ഇന്ന് നമുക്ക് യോഹന്നാൻ 3:16 നമുക്ക് ചിന്തിക്കാം. സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 3:16. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതന് നൽകുവാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. വാസ്തവത്തിൽ ക്രിസ്മസ് ഒരു നൽകലിന്റെ തിരുനാളാണ്. ഈ അവസരത്തിൽ ക്രിസ്മസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വിശുദ്ധ മദർ തെരേസ ഒരിക്കൽ കൽക്കട്ടയിലെ ഒരു ഗ്രാമത്തിൽ 10 മക്കളുള്ള ഒരു കുടുംബം, അവർ കൊടും പട്ടിണിയിലാണ് എന്നറിഞ്ഞിരുന്നുകൊണ്ട് 1 കിലോ അരിയുമായിട്ട് അവിടെ എത്തുകയാണ്. ഈ അരിയെ കൊടുത്ത് അല്പം കൊച്ചു വർത്തമാനം പറയാം എന്ന് വിചാരിച്ച് വീട്ടമ്മയുമായി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ അമ്മ തന്റെ മകളെ അടുത്ത് വിളിച്ച് എന്തോ രഹസ്യം പറഞ്ഞു. ഒരുപക്ഷെ അതെനിക്ക് എന്തെങ്കിലും കുടിക്കുവാൻ എടുക്കാമായിരുന്നാണോ എന്നൊക്കെ തെറ്റിദ്ധരിച്ച് മദർ തെരേസ ചോദിച്ചു, എന്താ പറഞ്ഞത്? അപ്പോൾ പറയുകയാണ്, ഞങ്ങളുടെ അടുത്ത വീട്ടിലൊരു വിധവ താമസിക്കുന്നുണ്ട്, കൊടും പട്ടിണിയിലാണ്. ഞാൻ കിട്ടിയ അരിയുടെ പകുതി അരിയെടുത്ത് ആ വീട്ടിൽ കൊടുക്കുവാൻ മോളോട് പറയുകയായിരുന്നു. വിശുദ്ധ മദർ തെരേസ പറയുന്നുണ്ട്, ഞാൻ ആ സ്ത്രീയിൽ നിന്നും ഒത്തിരി പഠിച്ചു. തനിക്കുള്ളതിന്റെ പങ്ക് കൊടുക്കുവാനുള്ള ആ ഒരു മനോഭാവം, അതെ, ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ സ്വയം ശൂന്യമാക്കി നമുക്ക് വേണ്ടി കടന്നു വന്ന ഈശോയുടെ സന്ദേശവും ഇതുതന്നെയാണ്. പങ്കുവെക്കലിന്റെ സന്ദേശം. എനിക്കുള്ളത് മറ്റുള്ളവരുമായി പങ്കുവെക്കുവാൻ കഴിയുമ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. അതിന് സാധിക്കാതെ വരുന്നെങ്കിൽ ക്രിസ്മസിന് അർത്ഥമില്ലാതെ വരും. അതെ, ഹംഗറിയിലെ വിശുദ്ധ എലിസബത്ത് പാവപ്പെട്ടവർക്ക് പലതും സമ്മാനമായി കൊടുക്കാറുണ്ടായിരുന്നു. അവരോട് ഒരിക്കൽ ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് തരാനുള്ളത്? അവർ പറഞ്ഞു, എന്റെ മദറേ, ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങളൊന്നും ഇല്ലാത്തവരാണ്. അപ്പോൾ വിശുദ്ധ ചോദിച്ച ചോദ്യം നമുക്കറിയാം. നിങ്ങൾക്കൊരു ഹൃദയമില്ലേ? ഉണ്ട്. അവിടെ സ്നേഹമില്ലേ? ഉണ്ട്. അത് പങ്കുവെച്ചു കൊടുത്തുകൂടെ? നിങ്ങൾക്കൊരു കാലില്ലേ? ആ കാലുകൊണ്ട് വേദനിക്കുന്നതിന്റെ അടുത്തേക്കൊന്ന് നടന്നുകൂടെ? നിങ്ങൾക്കൊരു കൈയില്ലേ? ആ കൈകൊണ്ട് വേദനിക്കുന്നവനെ ഒന്ന് താങ്ങിക്കൂടെ? നിങ്ങൾക്കൊരു കണ്ണില്ലേ? ആ കണ്ണുകൊണ്ട് മറ്റുള്ളവരുടെ നന്മ കണ്ടുകൂടെ? നിങ്ങളുടെ നാവ് കൊണ്ട് മറ്റുള്ളവരുടെ നന്മ പറഞ്ഞുകൂടെ? നിങ്ങളുടെ കാത് നന്മ കേൾക്കുവാൻ തുറന്നുകൂടെ എന്ന് ഹംഗറിയിലെ വിശുദ്ധ എലിസബത്ത് ചോദിക്കുന്നു. അപ്പോൾ ഈ പങ്കുവെക്കലിന്റെ മനോഭാവം ഈ ക്രിസ്മസിൽ നമുക്ക് ഉൾക്കൊള്ളുവാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ക്രിസ്മസിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.